ലോകത്തെ എക്കാലത്തെയും വലിയ കാർട്ടൂണുകളിലൊന്നായിട്ടിത് പറയും. കാർട്ടൂണുകളെ കുറിച്ച് എല്ലാവരും പറയുന്നത് എക്സാജറേറ്റ് ചെയ്യാനുള്ള കഴിവാണ്, അത്യുക്തിയാണ്. അത് തീർച്ചയായിട്ടും ഒരു കഴിവാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാർട്ടൂണിൻ്റെ ഒരു കഴിവ് ന്യൂവാൻസ് ചെയ്യാനുള്ള കഴിവാണ്, വേർതിരിച്ച് കാണാനുള്ള കഴിവാണ്. അത് അബുവും വിജയനും ഒക്കെ നമുക്കത് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. കാർട്ടൂൺ സ്റ്റീവ് ബെല്ല് വരച്ചതുപോലെ നമ്മുടെ കുമാരനാശാനെ വള്ളത്തോളിനെയൊക്കെ ഉദ്ധരിക്കുന്ന പോലെ ഈ കാർട്ടൂൺ പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു, ഉപജീവിക്കപ്പെട്ടു. കാർട്ടൂണുകൾ മരിക്കുന്നില്ല, ചിത്രങ്ങൾ മാത്രം മാറ്റിയാൽ ഇപ്പോഴും അത് പ്രസക്തമാണെന്നല്ലേ ഉണ്ണി പറഞ്ഞു? അതെ അതെ, അതാണ്. യുദ്ധവും കാർട്ടൂണുകളും എന്ന സംവാദത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തിലുള്ള ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്ന ക്രിയേറ്റീവ് ജീനിയസുകൾ കാർട്ടൂണിസ്റ്റുകളായിരിക്കും. അങ്ങനെയുള്ള കാർട്ടൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ ഒരു കാലം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെതാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ലോകം യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ ഫാഷിസത്തിലേക്കും വളരെ വേഗം കടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. ലോകമെമ്പാടും പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകൾ വരുന്നു, പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഏറ്റവും പുതിയതായിട്ട് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണാൻ വളരെ കൗതുകരമായ പല കാര്യം, ഒരുപക്ഷെ ദുരന്തപൂർണമായ ചില ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ലിബറലായിട്ട് നമ്മൾ കാണുകയും ഏറ്റവും പ്രത്യാശയോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ലണ്ടനിലെ ഗാർഡിയൻ പത്രം, അതിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റ് സ്റ്റീവ് ബെല്ലിനെ നെതന്യാഹുവിൻ്റെ ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു. അതുണ്ടാക്കുന്നൊരു സന്ദേശമുണ്ട്. എങ്ങനെയാണ് ഒരുപക്ഷെ ആ പത്രം നിലനിൽക്കുന്നത് ലണ്ടനിലാണ്. ഇത് കാർട്ടൂണിസ്റ്റും ബ്രിട്ടീഷുകാരനാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ സംഭവം നടന്നത് അങ്ങ് ഇസ്രായേലിലാണ്. ഇസ്രായേലി പ്രധാനമന്ത്രിയെ വരച്ചതിൻ്റെ പേരിൽ ഒരു ബ്രിട്ടീഷ് കാർട്ടൂണിസ്റ്റ് പുറത്താക്കപ്പെടുന്നൊരു കാലം. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതും, എന്താണ് യുദ്ധവും കാർട്ടൂണുകളും തമ്മിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം ഇത്തരം സംഭവങ്ങൾ കാണാൻ കഴിയും. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഇതിനിടയിൽ വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ, ഇതിനെയൊക്കെ എങ്ങനെയാണ് കാർട്ടൂണിസ്റ്റുകൾ കണ്ടത്, അതിൻ്റെ പേരിൽ കാർട്ടൂണിസ്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധത്തിലായത് എന്നുള്ള ഒരു ചിത്രമാണ് ഉണ്ണിയുടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രകോപനപരമായിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് കാർട്ടൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ കാലത്തിനെ, നമ്മൾ വർത്തമാനകാലത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെ അവർ രേഖപ്പെടുത്തുമ്പോഴും ആ രേഖപ്പെടുത്തലിലൂടെ ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ പോകുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ചില ലക്ഷണങ്ങളെയും അവർ കാർട്ടൂണിലൂടെ വരച്ചു വയ്ക്കാറുണ്ട്. അത് ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ണി ഈ സംവാദത്തിനിടയിൽ പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഏതെല്ലാം കാർട്ടൂണിസ്റ്റുകൾ ഏതെല്ലാം രീതിയിലാണ് ലോകത്തെ കണ്ടത്, അവരെത്രമാത്രം സമ്മർദ്ദത്തിലാണ് അവരുടെ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോയത് എന്നൊക്കെ തീർച്ചയായിട്ടും ഡേവിഡ് ലോയുടെയൊക്കെ ചരിത്രം വളരെ വലിയ ഒരു ചരിത്രമാണ്. കാർട്ടൂണിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ഡേവിഡ് ലോ. തീർച്ചയായിട്ടും ഒരു ഫാഷിസത്തെ ഇത്രയും കൃത്യമായി അടയാളപ്പെടുത്തിയ മറ്റൊരാൾ ഡേവിഡ് ലോനെ പോലെ ഉണ്ടാവുമോ എന്നറിയില്ല. ആ കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും ഈ യുദ്ധങ്ങളുടെ, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിനു ശേഷമുള്ള ആ കാലഘട്ടത്തിലാണ് പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു എഡിറ്റോറിയൽ കാർട്ടൂൺ എന്ന രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ എഡിറ്റോറിയൽ കാർട്ടൂൺ പിന്നീട് എങ്ങനെയാണ് വികാസം കൊണ്ടത്, അതെങ്ങനെയാണ് ലോകത്തിൻ്റെ സംഭവങ്ങളെയും അല്ലെങ്കിൽ അധികാരം എങ്ങനെയാണ് അവരെ നേരിട്ടത് എന്നും പറയുന്ന ഒരു ചിത്രമാണ് ഈ ഏതാനും 45ഓളം നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മുന്നിൽ കാണുക. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ചെറിയ ഇടപെടലുകൾ മാത്രമാണ്. തീർച്ചയായും ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ മുന്നിൽ ഭാഷ വേറെയാണ്, വാക്കുകളല്ല, ശബ്ദങ്ങളല്ല വേണ്ടത് എന്നെനിക്കറിയാം. ഉണ്ണിയെക്കുറിച്ച് നമുക്ക് ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനൊരു പ്രത്യേകമായ കാർട്ടൂൺ പാരമ്പര്യമുണ്ട്. അബു എബ്രാമിലൂടെ തുടങ്ങി ഒ വി വിജയനിലൂടെ തുടങ്ങി ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നത് ഇ പി ഉണ്ണിയാണെന്നുള്ള അഭിമാനത്തോടു കൂടിയാണ്, ആനന്ദത്തോടു കൂടിയാണ് ഉണ്ണിയോടൊപ്പം ഈ വേദി പങ്കിടുന്നത്. തീർച്ചയായിട്ടും സ്റ്റീവ് ബെല്ലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ ഈ സംവാദത്തിലേക്ക് തുടക്കുന്നതെന്ന് ഉണ്ണിയോട് പറയും. ഈ മൈക്ക് ഓണാണല്ലോ അല്ലേ, കേൾക്കാമല്ലോ. ആദ്യമായിട്ട് ഈ കാർട്ടൂണിന് വേണ്ടി ഇങ്ങനൊരു വേദി ഇവിടെ ഒരുക്കിയ
ബഹുമാനപ്പെട്ട സ്പീക്കറോടും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോടും കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് എന്നോട് ഏതാണ്ട് സൗഹൃദഭാവത്തിൽ തന്നെ പെരുമാറിയ പല അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഞാൻ നന്ദി, എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അധികം മുഖവരിയില്ലാതെ ഞാൻ ഈ പ്രസൻറ്റേഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡേവിഡ് ലോയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് അടുത്ത കാലത്തായിട്ട് നമ്മൾ വാർത്തയിൽ നിറഞ്ഞു നിന്നത് ഒരു കാർട്ടൂണിസ്റ്റ്, എപ്പോഴും ഫോർ ദ റോങ് റീസണാണ് കാർട്ടൂണിസ്റ്റ് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരിടത്ത് ജയിലിലേക്ക് അയക്കുക, ശിക്ഷിക്കപ്പെടുക, അത് കാർട്ടൂൺ നിരോധിക്കപ്പെടുക. ഇത്തവണ അതിനുമൊക്കെ അപ്പുറത്ത് കിടന്ന് കാർട്ടൂണിസ്റ്റിൻ്റെ ജോലി തന്നെ പോയി. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗാർഡിയൻ പോലെ ഒരു പത്രത്തിൽ, ആ മാധ്യമ സ്ഥാപനം അതിൻ്റെ ഡിജിറ്റൽ എഡീഷനിൽ, വെബ് എഡീഷനിൽ പോയാൽ നമ്മൾ കാണുന്നത് സപ്പോർട്ട് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ആൻഡ് കോൺട്രിബ്യൂട്ട് എന്നാണ്. അതായത് സ്വതന്ത്ര പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായ ഗാർഡിയൻ പത്രം, അതിൻ്റെ ഏറ്റവും വലിയ മുഖമാണ് കഴിഞ്ഞ 25 കൊല്ലമെങ്കിലും ആയിട്ട് സ്റ്റീവ് വെൽ എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഈ കാർട്ടൂണിസ്റ്റ്. തികച്ചും അകാരണമായിട്ട് തന്നെ പറയണം, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഒരു കാലമാണ്. ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല. പക്ഷേ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇത്തരം ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട, ഇസ്രയേലിൻ്റെ ജനനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന, അവർ കടന്നുപോയ ഏറ്റവും വലിയ പീഡനകാലവുമായി ബന്ധപ്പെട്ട 2ാം ലോക മഹായുദ്ധകാലത്ത് തന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ കാർട്ടൂണിസ്റ്റുകൾ കടന്നുപോയിട്ടുണ്ട്. ഇത് 2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ഈ പറഞ്ഞ കാർട്ടൂണിസ്റ്റുകളുടെ തൊഴിൽപരമായ പ്രശ്നം മാത്രമല്ല, അത് തൊഴിൽ പ്രശ്നമല്ല, അത് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ചരിത്രഘട്ടത്തിൻ്റെ പശ്ചാത്തലവും അതിൽ കുറേ നമുക്ക് കൂടി പ്രസക്തമായ കുറേ വിശദാംശങ്ങൾ ഈ കാർട്ടൂണിസ്റ്റുകളുടെ കഥ പറയുമ്പോൾ ഇവിടെ പറയാതെ പറഞ്ഞു വയ്ക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടും ഇന്നത്തെ കാലത്ത് പലതും പറയാതെ തന്നെ പറഞ്ഞു വയ്ക്കേണ്ടതുള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ പറയുക. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നേരത്തെ സ്റ്റീവ് വെല്ല് വരച്ച കാർട്ടൂൺ. സ്റ്റീവ് വെല്ല് വരച്ച കാർട്ടൂൺ എല്ലാവർക്കും അറിയാം. നെതന്യാഹു സ്വന്തം നിലയ്ക്ക് ഉദര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണ്, സ്വയം ഒരു സർജനായിട്ട്. ബോക്സിംഗ് ഗ്ലൗസ് കയ്യിലെടുത്ത് സ്കാൽപ്പല് കൈകാര്യം ചെയ്യുന്ന ഇതിൽ അടിസ്ഥാനപരമായ അവിദഗ്ധതയും ക്ലംസിനെസ്സും ഒക്കെ ഉണ്ട്. ആ കാർട്ടൂണിൽ പറയാൻ ഉദ്ദേശിച്ചത് ഗാസയെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ അത് അടുത്ത വിയറ്റ്നാം ആകുമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിന് ഈ ചിത്രം ഉപജീവിച്ചത് ഇതിന് മുമ്പ് 1966 ലിൻഡൻ ബി ജോൺസൺ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരു ഗാൾ ബ്ലാഡർ സർജറി കഴിഞ്ഞ്, അന്നത്തെ കാലത്ത് അത് ഇൻവേസീവ് സർജറിയാണ്. അപ്പോൾ അതിൻ്റെ സ്കാറ് റിപ്പോർട്ടർമാർക്ക് കാണിച്ചു ഒരു പ്രസ് കോൺഫറൻസിൽ. ആ ഇൻസിഡൻ്റ് ഒരു വലിയ പബ്ലിസിറ്റി കിട്ടിയൊരു ഇൻസിഡൻ്റാണ്. അതിനെ ആസ്പദമാക്കിയിട്ട് ഡേവിഡ് ലെവിൻ എന്ന് പറയുന്ന ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സിലെ ഏറ്റവും വലിയ കാരിക്കേച്ചറിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആ കാരിക്കേച്ചറിൽ എപ്പോഴും ഒരു കാർട്ടൂണിസ്റ്റിനെ പോലെ സാമൂഹിക വാർത്താ സന്ദർഭങ്ങൾ വിളക്കി ചേർത്ത് കാരിക്കേച്ചർ ചെയ്തൊരു പ്രത്യേക സവിശേഷതയുള്ളൊരു കാരിക്കേച്ചറിസ്റ്റായിരുന്നു. അദ്ദേഹം വരച്ച ചിത്രമാണ്. ഇപ്പം നമുക്ക് ആർക്കും കണ്ടാലറിയാം സ്റ്റീവ് വെല്ലിൻ്റെ കാർട്ടൂണും ഇതും 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ശരിക്കും ഇതിനെ ആസ്പദമാക്കി വരച്ചതാണ്. അത് സ്റ്റീവ് വെല്ല് കാർട്ടൂണിൽ എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ ഡേവിഡ് ലെവിൻ. എന്നിട്ടും അതിലൊരു ജൂതവിരുദ്ധ മനോഭാവം കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ വെല്ലിനെ പുറത്താക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലെ വലിയൊരു യുദ്ധം, വിയറ്റ്നാം യുദ്ധകാലത്ത് ഇതുപോലെ കാർട്ടൂണിസ്റ്റുകൾക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളവിടത്തേക്ക് വരാം. അതിനു മുമ്പ് ഇസ്രായേൽ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ചരിത്ര സന്ദർഭത്തിൽ ഏറ്റവും നന്നായിട്ട് വരച്ച 2ാം ലോക മഹായുദ്ധകാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, 2ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് കാർട്ടൂൺ ചെയ്ത ഡേവിഡ് ലോ എന്ന കാർട്ടൂണിസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. മിക്കവാറും ഇന്ത്യക്കാർക്ക് പരിചയമുള്ളൊരു കാർട്ടൂണിസ്റ്റാണ് അദ്ദേഹം. മാത്രമല്ല ഈ ഫാസിസം, നാറ്റ്സി, ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിർഭാഗ്യവശാൽ
ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വല്ല പദാവലിയുടെ ഭാഗമാണ്. അതൊരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലൊരു വലിയ പരാജയം. അതിപ്പോഴും തുടരുന്നു. ഇന്ത്യയിൽ ഈ നമ്മളിന്ന് അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ കാർട്ടൂൺ കടന്നു വരാനൊരു പ്രധാന കാരണക്കാരിൽ ഒരാളാണ് ഡേവിഡ് ലോ. ശങ്കറൊക്കെ ഡേവിഡ് ലോവിനെ നേരിട്ട് ചെന്ന് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മൺ ലോയിൻ്റെ ഒരു ഫോളോവറാണ്. വളരെ കുട്ടിയായിരിക്കുന്ന കാലത്ത് ലോ എന്ന് കയ്യൊപ്പിട്ട കാർട്ടൂണുകൾ ലക്ഷ്മൺ കാണുകയും അത് കൗ എന്ന് വായിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. LOW എന്ന് വായിച്ച് അന്ന് മുതൽ ലോയിൻ്റെ ഡ്രോയിങ്ങിനോട് വലിയ ഫാസിനേഷൻ ഉണ്ടാവുകയും ലക്ഷ്മണൻ്റെ നമ്മൾ ഇനി കാണുമ്പോൾ മനസ്സിലാവും ഇവരുടെയൊക്കെ വരയെ നല്ലവണ്ണം സ്വാധീനിച്ച കാർട്ടൂണിസ്റ്റാണ്. മാത്രമല്ല ഒരുപാട് പ്രാദേശിക കാർട്ടൂണിസ്റ്റുകൾ, ബാൽ താക്കരെ തൊട്ടും നമ്മുടെ തോമസ് വരെയുള്ള കാർട്ടൂണിസ്റ്റുകളെ സ്വാധീനിച്ച കാർട്ടൂണിസ്റ്റാണ് ഡേവിഡ് ലോ. ഡേവിഡ് ലോവിൻ്റെ കാർട്ടൂണുകൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും പല കാലങ്ങളിൽ ഇന്ത്യയിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ലോ അങ്ങനെ പല രാജ്യങ്ങളിലും, ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിട്ടുള്ള പല രാജ്യങ്ങളിലും ബ്രിട്ടൻ്റെ പുറത്തുമൊക്കെ ഒരുപാട് ആരാധകരുണ്ടായിരുന്ന ഫ്ലീറ്റ് സ്ട്രീറ്റിലെ താരമായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അവദാനങ്ങളൊക്കെ നമ്മൾ കാർട്ടൂൺ ചരിത്രത്തിൽ കാണും. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. അതിന് കാരണം വിചിത്രമെന്നോണം സ്വന്തം ഭരണകൂടത്തെയോ സ്വന്തം ഭരണാധികാരികളെയോ വിമർശിച്ചതിൻ്റെ പേരിലല്ല ഡേവിഡ് ലോവിന് കുഴപ്പമുണ്ടായത്. ഈ ജർമ്മനിയിൽ ഏതാണ്ട് അവരുടെ അന്യദേശവും ശത്രുദേശവുമായി മാറിയ ജർമ്മനിയുടെ ചാൻസലറായ ഹിറ്റ്ലറെ വിമർശിച്ചതിൻ്റെ പേരിലാണ് വിരോധാഭാസം എന്ന് തന്നെ പറയണം ഡേവിഡ് ലോവിൻ്റെ കാർട്ടൂൺ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടായത്. ഡേവിഡ് ലോ 1927 ഈവനിങ് സ്റ്റാൻഡേർഡിൽ ചേരുമ്പോൾ അത് ആ പത്രത്തിലെ മുഖ്യ വാർത്തയായിരുന്നു. വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് കാർട്ടൂണിസ്റ്റ് ലോ ജോയിൻസ് ഈവനിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു കാർട്ടൂണിസ്റ്റിന് അന്ന്, ഇത്തരം ഒരു കാർട്ടൂണിസ്റ്റിന് അന്നുണ്ടായിരുന്ന താരമൂല്യം നമുക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഡേവിഡ് ലോ വരച്ച ഹിറ്റ്ലറെ ചിത്രീകരിച്ച രീതിയൊക്കെ. ഞാൻ പെട്ടെന്നൊന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹിറ്റ്ലറെ ഡേവിഡ് ലോ കണ്ടത് ഒരു സൂപ്പർമാനായിട്ടൊന്നുമല്ല, ഒരു കോമാളിയെപ്പോൾ ആയിട്ടാണ്. ഒട്ടും നിർദ്ദയനായൊരു കോമാളിയുടെ ഇമേജാണ് ഡേവിഡ് ലോ ഹിറ്റ്ലർക്ക് കൊടുത്തത്. ഡേവിഡ് ലോയുടെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് ഹിറ്റ്ലറുടെ അപകടം 1930കളുടെ തുടക്കത്തിൽ തന്നെ ഡേവിഡ് ലോവിന് മനസ്സിലായിരുന്നു. ഇയാൾ വെറും ചില വികലതകളുള്ള ഒരു സ്വേച്ഛാധിപതി മാത്രമല്ലെന്നും ഇയാളുടെ പ്രത്യയശാസ്ത്രം അപകടകരമാണെന്നും അത് അയാൾക്ക് അതീതമായി നിലനിൽക്കുമെന്നും ജർമ്മനിയുടെ അതിർത്തികൾക്ക് പുറത്തും നിലനിൽക്കുമെന്നും തുടരുമെന്നുമുള്ള ഒരു സന്ദേശമാണ് ഡേവിഡ് ലോ കാർട്ടൂണുകളിൽ കൂടി കൊടുത്തത്. അത് സ്വന്തം രാജ്യത്തിനത് സ്വീകാര്യമായിരുന്നില്ല. കാരണം നയതന്ത്ര ബന്ധങ്ങളുള്ളൊരു രാജ്യമാണ് ഇംഗ്ലണ്ടിന് ജർമ്മനി. കച്ചവട ബന്ധങ്ങളും ഉണ്ട്. ഈ നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കച്ചവട ബന്ധങ്ങളാണ് പ്രധാനം. അപ്പോൾ അവിടുത്തെ ഒരു ഭരണാധികാരി അകാരണമായിട്ട് പിണക്കുണ്ടായെന്ന് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റേഴ്സിന് തോന്നിയത് സ്വാഭാവികമായിരിക്കാം. അവരതിനപ്പുറമൊന്നും കണ്ടതുമില്ല. അങ്ങനെ അപ്പീസ്മെൻറ്റ്, പ്രീണനത്തിൻ്റെ ഒരു തുടർ പ്രീണനമാണ് ബ്രിട്ടനിൽ 30കളിൽ നടന്നത്. അതിൻ്റെ ഏതാണ്ട് അവസാനമായപ്പോഴാണ് ഡേവിഡ് ലോ പറഞ്ഞാണ് ശരിയെന്നും ഇയാൾ യുദ്ധവെറിയനാണെന്നും ഇയാൾ തുടങ്ങിയിട്ടുള്ളത് ഏതാണ്ടൊരു ലോകമഹായുദ്ധമാണെന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചേംബർലൈൻ രാജിവെക്കുകയും ചർച്ചിൽ കയറി വരികയും ചെയ്യുന്നത്. അതൊക്കെ ചരിത്രമാണ്. പിന്നെ നമ്മൾ അറിയേണ്ട നമുക്ക് പഠിക്കാവുന്നൊരു പാഠം, ഇന്ന് ചരിത്രമോ പത്രമോ വാർത്തയോ രാഷ്ട്രീയമോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ ഫാസിസം എന്നോ നാറ്റ്സിസം എന്നൊക്കെ നമ്മൾ ലൂസായിട്ട് പറയുന്ന ആ ഹിറ്റ്ലർ തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം തന്നെയാണത്. അതിന് ഘട്ടങ്ങളുണ്ട്, അതിനൊരു സ്ട്രക്ചറുണ്ട്, ഘടനയുണ്ട്, ഘട്ടങ്ങളുണ്ട്, അതിനൊരു മെത്തേഡുണ്ട്, പദ്ധതിയുണ്ട്. അത് വെറുതെ എക്സെൻട്രിക്കായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇവിടെ അത് ഓരോന്നായിട്ടറിയാം. ഇതും അടുത്ത ചിത്രം കൂടി കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു പ്രധാന സ്വഭാവം അനുനയത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുകയും അനുനയത്തിന് വരുമ്പോൾ കൂടുതൽ വിലപേശാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇതതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. നല്ല കച്ചവട ബന്ധങ്ങൾ
ഉറപ്പുവരുത്തി അസംസ്കൃത വിഭവങ്ങൾ അയൽ ദേശങ്ങളിൽ നിന്നോ മറ്റ് ദേശങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യുക. ഇവിടെ നോർവേ എന്നുള്ള അയൺ ഇമ്പോർട്ടാണ്. അത് കഴിഞ്ഞ് അത് മുഴുവൻ തിരിച്ചു വരുന്നത് അവർക്ക് തന്നെ എതിരെയുള്ള ലോഹ വിമാനങ്ങളും ലോഹ ടാങ്കുകളുമായിട്ടാണെന്ന് ഒരു കാർട്ടൂണിസ്റ്റ് മാത്രം ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേവിഡ് ലോ തുടർച്ചയായിട്ട് സ്ട്രെസ് ചെയ്തൊരു പോയിൻ്റ് ഹിറ്റ്ലറെ കുറിച്ച്. സ്വന്തം മാഹാത്മ്യം കൊണ്ടോ കഴിവുകളോ കൊണ്ടല്ല ഈ ഫാസിസവും നാസിസവും ഒക്കെ വളരുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള അനേക ദേശങ്ങളിലെ അനേക നേതാക്കന്മാരുടെ നട്ടലിൻ്റെ വളവ് കൊണ്ടാണ്. അങ്ങനെ വളഞ്ഞ നട്ടലുകളുടെ മുകളിൽ കൂടി അയാൾ റൂട്ട് മാർച്ച് നടത്തുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊരു സവിശേഷത, ഇവർ കാണുന്നത് മുസോളിനി, ഫ്രാങ്കോ, താഴെയുള്ളത് ഫ്രാങ്കോ, മുകളിൽ സ്റ്റാലിൻ, ഹിറ്റ്ലർ. ഈ ഏകാധിപതികളുടെ ഇടയ്ക്ക് പോലും ഹിറ്റ്ലറെ പോലെ ഒരാൾ, അയാൾക്ക് മേൽക്കോയ്മ വേണം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു കണ്ടക്ടറെ പോലെ മറ്റുള്ളവരെ കൊണ്ട് തുടർപാട്ടായിട്ട് പാടിക്കും. അതിൻ്റെ അകത്ത് ഒരേകാധിപതിയേ ഉള്ളൂ, സർവാധിപതി. മറ്റ് ഏകാധിപതികൾക്ക് അതിന് ശബ്ദമില്ല. ഒരു വെൻട്രിലോക്കിസ്റ്റിനെ പോലെ സംസാരിക്കുന്ന, കളിപ്പാവയിലൂടെ സംസാരിക്കുന്നത് ഹിറ്റ്ലർ തന്നെയാണെന്ന്. അപ്പോൾ കുറേ ഏകാധിപതികളെ വിഭജിച്ച് ഭരിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് മേൽക്കോയ്മയുണ്ടാവുകയും അയാൾ അപങ്കുരം ഭരിക്കുകയും ചെയ്യും. ഇത് ഏകാധിപത്യത്തിന് കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മാത്രം സ്വഭാവമല്ല ഉള്ളത്. പോളണ്ട് കീഴ്പ്പെടുത്താനായിട്ട് ഹിറ്റ്ലർ സ്റ്റാലിൻ ഉടമ്പടി ഉണ്ടായപ്പോൾ വരച്ച ചിത്രമാണിത്. റോൺദേവു എന്ന് പറയുന്ന ഈ ചിത്രം, സ്റ്റാലിൻ ഹിറ്റ്ലർ. ഇത് അനേക ചരിത്ര ഗ്രന്ഥങ്ങളിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കാർട്ടൂണാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നേതന്യാഹു കാർട്ടൂൺ സ്റ്റീവ് ബെല്ല് വരച്ചതുപോലെ, ഇപ്പോൾ നമ്മുടെ കുമാരനാശാനെ വള്ളത്തോളിനെയൊക്കെ ഉദ്ധരിക്കുന്ന പോലെ ഈ കാർട്ടൂൺ പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉപജീവിക്കപ്പെട്ടിട്ടുണ്ട്. കാർട്ടൂണുകൾ മരിക്കുന്നില്ല, ചിത്രങ്ങൾ മാത്രം മാറ്റിയാൽ ഇപ്പോഴും അത് പ്രസക്തമാണെന്നല്ലേ ഉണ്ണി പറഞ്ഞത്? അതെ, അതാണ് പറഞ്ഞത്. അത് പലരും വരച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഏതാണ്ട് 100 ചില്ലാനം കാർട്ടൂണുകൾ മറ്റ് സദാം ഹുസൈൻ്റെ കാലത്ത്, ജോർജ് ബുഷിൻ്റെ കാലത്ത്, ഇനിയും വരും. ഇനിയിപ്പോൾ ഈ ഗാസ യുദ്ധം തുടരുമ്പോൾ ഇതുപോലെ ഉള്ള കാർട്ടൂണുകൾ വരും. വ്യത്യസ്ത രാഷ്ട്രീയ എന്താ പറയുക, പൊളിറ്റിക്കൽ ഫിലോസഫിയോ അറ്റ്ലീസ്റ്റ് പ്രഖ്യാപിത ജനാധിപത്യങ്ങളാണെന്ന് പറയുന്നവരുടെ കാമ്പില്ലായ്മയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പലരും വരയ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു ചിത്രം. പിന്നെ ഈ തരം കാർട്ടൂണുകൾ വരച്ചത് കൊണ്ട് ഡേവിഡ് ലോയിന് മൊത്തത്തിലുണ്ടായ സംഭവം, ഹിറ്റ്ലറുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഗെസ്റ്റപ്പോൻ്റെ. അതിൽ ആദ്യത്തെ 10 പേരിൽ ഒരാളായിരുന്നു ഡേവിഡ് ലോ. അതായത് ലണ്ടനിലേക്ക് ജർമ്മൻ സേന മാർച്ച് ചെയ്താൽ ഏതാണ്ട് 48 മണിക്കൂറിൽ വെടിവെച്ച് കൊല്ലപ്പെടേണ്ട ഇതിലൊരാളായിരുന്നു ഈ കാർട്ടൂണിസ്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മെഡൽ പോലെ അദ്ദേഹം അത് പറഞ്ഞു നടന്നിരുന്നു എന്നാണ് പറഞ്ഞത്. ക്യാരിയിങ് ഇറ്റ് ലൈക്ക് എ മെഡൽ ഓഫ് ഓണർ എന്നാണ്. അത് സംഭവിച്ചില്ല ഭാഗ്യവശാൽ. ഇനി ഡേവിഡ് ലോയിൻ്റെ കാലത്തും തുടർന്നും ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത് തന്നെ വരച്ച മറ്റൊരു വലിയ കാർട്ടൂണിസ്റ്റാണ്, അമേരിക്കൻ കാർട്ടൂണിസ്റ്റാണ് ഹെർബ്ലോക്ക്. അതും ഈ സ്റ്റീവ് ബെല്ലിനോട് ഏറ്റവും അടുത്ത് വരുന്നൊരു ദുർവിധി അദ്ദേഹത്തിനുണ്ടായി. ഇതേപോലെ തന്നെയാണ് ഹെർബ്ലോക്ക് യൂറോപ്പിൽ പോലും അല്ല, അമേരിക്കയിൽ ഇരുന്നാണ് വരയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരിയർ വാഷിങ്ടൺ പോസ്റ്റിൽ 55 വർഷം. വാഷിങ്ടൺ പോസ്റ്റിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം വരച്ച ഒരു കാർട്ടൂണിനെ ചൊല്ലിയാണ് അദ്ദേഹത്തിന് ഏതാണ്ട് ജോലി നഷ്ടപ്പെട്ടത്. ആ കാലത്ത് തന്നെ അത് ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ, അമേരിക്കയിലെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ഹെർബർട്ട് ബ്ലോക്ക് എന്നാണ് പേര്, പെൻ നെയിമാണ് ഹെർബ്ലോക്ക്. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെർബ്ലോക്കിന് ഇതേ ദുർവിധിയാണ്. കാരണം അമേരിക്കയിൽ പബ്ലിഷർക്ക് ഒരു ഐസൊലേഷനിസമാണ് അമേരിക്ക ഫോളോ ചെയ്തത്. ഐസൊലേഷനിസത്തിൻ്റെ വക്താക്കളായിരുന്നു. അമേരിക്ക എന്തിനാണ് ഈ യൂറോപ്യൻ യുദ്ധത്തിൽ ഇടപെടുന്നത്, നമുക്ക് നമ്മുടെ കച്ചവട താല്പര്യങ്ങളൊക്കെ നോക്കി സുഖമായിട്ട് കഴിഞ്ഞാൽ പോരെ എന്നാണ്. എന്നാൽ ആ യുദ്ധം നമ്മുടെ ജനാധിപത്യത്തിന് വരെ ഭീഷണിയാകുമെന്ന് പറഞ്ഞ ആളാണ് ഹെർബ്ലോക്ക്. അതൊക്കെ സ്വീകാര്യമാവാൻ ഒരുപാട് കാലം എടുത്തു. അതുവരെ ഈ 25-30 വയസ്സിലൊക്കെ കൂടി 30-35 വയസ്സ് വരെ ഹെർബ്ലോക്ക് കടന്നുപോയത് ഏതാണ്ട് ഓൾമോസ്റ്റ് എവറി ഡേ ക്രൈസിസാണ്. ഈ തരം രാജ്യങ്ങളിലൊക്കെ ഒരുതരം പത്രസ്വാതന്ത്ര്യത്തിനോടൊരു മതിപ്പുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ആദ്യത്തെയോ രണ്ടാമത്തെയോ കാർട്ടൂണിൻ്റെ പേരിൽ പുറത്തു പോകാതിരുന്നത്.
ഇതുപോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് പബ്ലിഷർ ബാൺ ചെയ്തിരുന്നു ഹെർബ്ലോക്കിനെ. നിങ്ങളിങ്ങനെ ഹിറ്റ്ലറെ എന്നും വിമർശിക്കരുത്, നമുക്ക് ജർമ്മനിയായിട്ട് നല്ല ബന്ധമാണുള്ളത്, കച്ചവട താല്പര്യങ്ങളുണ്ട്, നമുക്കവിടെ വായനക്കാരുണ്ട്, ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ സിൻഡിക്കേറ്റഡ് വർക്കാണ് പോകുന്നുണ്ട്. പക്ഷേ ഇയാൾ അവസാനം ഗതികെട്ടപ്പോൾ പബ്ലിഷർ ഇയാളെ ന്യൂയോർക്കിലേക്ക് വിളിച്ച് ഇനി തുടരാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് ഇരിക്കുമ്പോൾ, മുഖം കറുപ്പിച്ചിരിക്കുമ്പോൾ വാതിൽ തള്ളി തുറന്ന് അവിടുത്തെ ഒരു സീനിയർ എഡിറ്റർ വന്ന് പറഞ്ഞു, ലെറ്റ്സ് ഗിവ് ദിസ് യങ് മാൻ എ ലഞ്ച്, ഹി ഹസ് ജസ്റ്റ് വൺ ദ പുലിറ്റ്സർ. പുലിറ്റ്സർ സമ്മാനം കിട്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്. ഇപ്പോൾ വാർത്ത വന്നു, നമുക്ക് ഇയാൾ ഊണിന് കൊണ്ടുപോകാം. ആ പുലിറ്റ്സർ സമ്മാനം നമുക്ക് വേണ്ടി വീണ്ടെടുത്തതൊരു വലിയ കാർട്ടൂണിങ് കരിയറാണ്. വല്ലാത്തൊരു പുലിറ്റ്സർ. ഒരു ദിവസം 2 ദിവസം മാറിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഈ സ്റ്റീവലിനെ പറഞ്ഞു വിട്ട പോലെ പറഞ്ഞു വിട്ടേനെ. ഇതൊക്കെ അദ്ദേഹം വരച്ച മഹത്തായ കാർട്ടൂണുകളാണ്. അതായത് ജർമ്മൻ ജനതയെ പഴിക്കാതെ ജർമ്മൻ ഭരണകൂടത്തെ പഴിക്കുകയും സിവിലൈസേഷൻ, അതിൻ്റെ സംസ്കാരം, ജർമ്മനിയുടെ സംസ്കാരത്തെ വാഴ്ത്തുകയും യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള അതീവ കാവ്യ ഗൈതയൊക്കെ കൂട്ടിയിട്ട് 29 വയസ്സിലെ മറ്റോ വരച്ചതാണ്. എനിക്കൊന്ന് ലോകത്തെ എക്കാലത്തെയും വലിയ കാർട്ടൂണുകളിലൊന്നായിട്ടിത് പറയും. കാർട്ടൂണുകളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എക്സാജറേറ്റ് ചെയ്യാനുള്ള കഴിവാണ്, അത്യുക്തിയാണ്. അത് തീർച്ചയായിട്ടും ഒരു കഴിവാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാർട്ടൂണിൻ്റെ ഒരു കഴിവ് ന്യൂവാൻസ് ചെയ്യാനുള്ള കഴിവാണ്, വേർതിരിച്ച് കാണാനുള്ള കഴിവാണ്. അത് അബുവും വിജയനും ഒക്കെ നമുക്കത് ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ബോംബ് ചെയ്യപ്പെട്ടാൽ ടെററിസ്റ്റും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞ് വരയ്ക്കണം കാർട്ടൂണിസ്റ്റ്. അങ്ങനെ വരച്ച മൈക്ക് ലുക്കോവിച്ച് എന്നൊക്കെ പറഞ്ഞ മഹാന്മാരായ കാർട്ടൂണിസ്റ്റുകളുണ്ട്. അവർ ഇസ്ലാമോഫോബിയക്കെതിരെ സ്ഥിരമായിട്ട് വരച്ചു. എന്നാൽ ടെററിസ്റ്റിനെ ഒരു കാലത്തും വ്യംഗ്യത്തിൽ പോലും അനുകൂലിക്കാതെ. അങ്ങനെ ചില കഴിവ് കൂടി കാർട്ടൂണുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പഴയ കാർട്ടൂണായത്. ഇപ്പം നമ്മുടെ ട്രോളും എന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണിത്. വൈകുന്നേരം ചാനൽ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയോ സോഷ്യൽ മീഡിയ തുറക്കുകയോ ചെയ്താൽ രാവിലെ മുതൽ നമുക്ക് 24/7 ഹിസ്റ്റീരിയാണ് ഇപ്പോൾ. അന്ന് വല്ലപ്പോഴേ നടന്നിട്ടുള്ളൂ. ഇതൊക്കെ ഇതുപോലെ ലോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ 2ാം ലോക മഹായുദ്ധത്തിൽ ഓരോ ഘട്ടവും ഏതാണ്ട് ഒരു പ്രോഫറ്റിനെ പോലെ മുൻകൂട്ടി കണ്ടുവരച്ച ചിത്രങ്ങളാണ്. പിന്നെ ഹെർബ്ലോക്ക് ചെയ്തത് തൻ്റെ വിമർശനം അന്യരാജ്യത്തെ ഒരു ഭരണാധികാരിക്കെതിരെ ഹിറ്റ്ലറുടെ പതനത്തിന് ശേഷം അതേ പേന കൊണ്ട് വരയ്ക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനാധിപത്യ നിരാസത്തിനെതിരെയും ശക്തമായിട്ട് വരച്ചു. മെക്കാർത്തിസം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വാക്ക് ഹെർബ്ലോക്ക് കോയിൻ ചെയ്തതാണ്. ആ കാർട്ടൂൺ ഞാനിപ്പോൾ കാണിക്കാം. ഈ കാർട്ടൂണിലാണ് മെക്കാർത്തിസം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജനാധിപത്യ നിരാസവും ഏകാധിപത്യ പ്രവണതകളും പോലീസ് സ്റ്റേറ്റിനെ ഉണ്ടാക്കി നടത്തലുമൊക്കെ ഒരു ഇലക്ട്രൽ ഡെമോക്രസിയിലും സാധ്യമാണെന്ന് കാണിച്ചതെന്ന് ആദ്യത്തെ കാർട്ടൂണിസ്റ്റാണ്. ഇലക്ഷനുകളുടെ ഇടയ്ക്ക് ഒരു രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള സമയത്ത് നമ്മൾ ജാഗ്രതയില്ലെങ്കിൽ മാധ്യമങ്ങൾക്കും കോടതികൾക്കും അത് ഏതാണ്ടൊരു ഏകാധിപത്യ സംസ്കാരത്തിലേക്ക് പോകും എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്ന കാർട്ടൂണിസ്റ്റുകളാണ്. അവരിൽ ഒരാളാണ് ഹെർബ്ലോക്ക്. ആദ്യമായിട്ട് ഞാനത് കണ്ടത് ഹെർബ്ലോക്കിൻ്റെ വർക്കിലാണ്. മെക്കാർത്തിയുടെ സിറ്റിങ്സിന് പോകുമായിരുന്നു. അമേരിക്കൻ ആക്ടിവിറ്റീസിൻ്റെ സെനറ്റ് യോഗങ്ങൾ നടക്കുമ്പോൾ ഹെർബ്ലോക്ക് റിപ്പോർട്ടർമാരുടെ കൂടെ പോവുമായിരുന്നു. എന്നിട്ട് സ്കെച്ച് ചെയ്യും. എപ്പോഴും മെക്കാർത്തി ഇങ്ങനെ വരച്ചത്. പിന്നീട് നിക്സനെയും ഒരു 5 o'clock ഷാഡോ, ശരിക്കും ഷേവ് ചെയ്യാത്ത ഏതാണ്ട് ഒരു കള്ള ലക്ഷണമുള്ള ഒരാളായിട്ടാണ് വരച്ചത്. മെക്കാർത്തി അവസാനം പറഞ്ഞു, ബിക്കോസ് ഓഫ് ഹിം ഐ ഗോട്ട് ടു ഷേവ് ട്വൈസ്. വൈകുന്നേരവും ഷേവ് ചെയ്യണം. മെക്കാർത്തിയുടെ ഈ ആൾക്കാരെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനുമുള്ള നമ്മളിപ്പോൾ ട്രോളിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ആ ടാർ ചെയ്ത ബ്രഷ് നിക്സണ് കൈമാറുന്ന കാർട്ടൂണാണ് അന്ന് വരച്ചത്. പിന്നീട് നിക്സൺ അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് വാട്ടർ ഗേറ്റും ഒക്കെ നമുക്കറിയാം. നിക്സൺ ഏതാണ്ട് ഇതുപോലൊക്കെ പല കളികളും നടത്തി. ഒരു ജാഗ്രതയുള്ള മീഡിയ ഉണ്ടായിരുന്നുകൊണ്ട് നിക്സൺ പിടിക്കപ്പെട്ടു. ഹെർബ്ലോക്കിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു നിക്സൺ കാർട്ടൂണാണ്. ഡേവിഡ് ലോ ആയാലും ഹെർബ്ലോക്ക് ആയാലും പതിറ്റാണ്ടുകൾക്ക് മുൻപേ അവരുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ പ്രഹേളികയെ വരച്ചു വയ്ക്കുമ്പോൾ അതൊരു പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ നമ്മളിപ്പോഴും നാസിസവും ഫാസിസവും ഒക്കെ സംസാരിക്കുന്നത് അവരന്നേ കണ്ടിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ദീർഘവീക്ഷണമാണ് കാർട്ടൂണിസ്റ്റിനെ മാറ്റി നിർത്തുന്നത്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സിനേക്കാൾ കൂടുതൽ
ലോകത്തെ സൂക്ഷ്മതയോടെ മനസ്സിലാക്കി അതിൻ്റെ കാലാതീതമായി അതെങ്ങനെയാണ് പോവുക എന്ന് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഫാഷിസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ എഴുത്തുകൾ ഡേവിഡ് ലോയിഡോ ഹെർബ്ലോക്കിൻ്റെയോ ഇത്തരം വരകളായിരിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരു ചോദ്യം അപ്രസക്തമാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഈ സ്റ്റീവ് ബെല്ലിനെ പോലുള്ള ആൾ ഗാർഡിയൻ പോലുള്ള പത്രം എന്തുകൊണ്ടാണ്, ഇപ്പം നേരത്തെ പറഞ്ഞു ഡേവിഡ് ലോയോ അല്ലെങ്കിൽ ഹെർബ്ലോക്കോ അവരുടെ രാജ്യത്തെ ഭരണാധികാരികളെ വിമർശിച്ചത് കൊണ്ടല്ല അവർ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാവുകയോ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ ഗാർഡിയനിലൊരു പത്രത്തിൽ ഇയാൾ പുറത്തു പോകാനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്ന ഒരു കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിൽ? ഇസ്രായേലിൽ തന്നെയുള്ള 2 കാർട്ടൂണിസ്റ്റുകൾ, അവരുടെ കാർട്ടൂണിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അടക്കമുള്ള 2 പേര്, ഡാരൽ കാഗിൾ എന്നും പറഞ്ഞ് അമേരിക്കയിലൊരു വലിയ സിൻഡിക്കേറ്റ് നടത്തുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു സൂം ഇൻ്റർവ്യൂ, ഗൂഗിൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഈ 2 ഇസ്രായേലി കാർട്ടൂണിസ്റ്റും നമുക്കൊക്കെ തോന്നിയ കാര്യം തന്നെയാണ്, നിങ്ങൾക്കൊക്കെ തോന്നിയിരിക്കും ഇപ്പോൾ ഈ കാർട്ടൂണുകൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ജൂതവിരോധം ഒട്ടും ഇല്ലെന്നും ആൻറ്റിസെമിറ്റിക്കായിട്ടൊന്നും സ്റ്റീവ് ബെല്ല് ചെയ്തിട്ടില്ല എന്നും നമ്മളെപ്പോലെ പറയുന്നു. ഈ പറഞ്ഞവർ ജൂതന്മാരാണ്, വിശ്വാസികളുമായിരിക്കാം മിക്കവാറും. അവർ കാർട്ടൂണിലും ജൂതമതത്തിലൊക്കെ ഒരുപോലെ വിശ്വാസമുണ്ട്. അപ്പോൾ ആ 2 വിശ്വാസമുള്ള ആൾക്കാരും പറഞ്ഞത് അത് തന്നെയാണ്. പല കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു തോന്നൽ, അങ്ങനത്തെ ഒരു രാജ്യം, ഇംഗ്ലണ്ട് പോലൊരു രാജ്യമായതുകൊണ്ട് വല്ല സീനിയറായിട്ടുള്ള അവിടെ തന്നെ ജോലി ചെയ്യുന്ന വല്ല പത്രപ്രവർത്തകന്മാരുടെ ആത്മകഥ എഴുതുകയോ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ബുക്ക് എഴുതുകയോ ചെയ്യാൻ ഇപ്പം തന്നെ തുടങ്ങിയിരിക്കും. ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്, അത് പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതായാലും ജൂതവിരുദ്ധ കാര്യങ്ങളല്ല. പിന്നെ ഒരു കാർട്ടൂണിന് വേണ്ടിയിട്ട് 46 കൊല്ലത്തോളമായിട്ട് ഒരു പത്രത്തിൻ്റെ മുഖമുദ്ര പോലെ കൊണ്ട് നടന്ന ഒരു കാർട്ടൂണിസ്റ്റിനെ, അതും എല്ലാ പോയിന്റിലും അയാൾ കാർട്ടൂൺസ് ഇപ്പോൾ ചിലരൊക്കെ ചെയ്തിരുന്ന പോലെ എഡിറ്റർ, ഇപ്പോൾ ലക്ഷ്മണൻ്റെയൊക്കെ ഒരുപാട് കാലത്ത് എഡിറ്റർ അച്ചടിച്ചിട്ടാണ് കാണുക കാർട്ടൂൺ. അങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നും സ്റ്റീവ് ബെല്ല് അവകാശപ്പെട്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. എഡിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കാർട്ടൂണുകൾ കൃത്യമായിട്ട്. ഒരു കപ്പ് കാർട്ടൂണിസ്റ്റിൻ്റെ നിഷ്ഠയോട് കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ കൺവെൻഷനൊക്കെ ഉള്ളിടത്ത് ചെന്ന് വരയ്ക്കുകയും സ്കെച്ച് ചെയ്യുകയും, സൂപ്പർ ഫാസ്റ്റ് സ്കെച്ചിങ് ആയിരുന്നു, സ്കെച്ച് ചെയ്യും, എല്ലാ മെത്തേഡ് അനുസരിച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറാഖ് വാർ പോലുള്ളൊരു കാലത്ത് 2 ടോണി ബ്ലെയറിയും ജോർജ് ബുഷിനെയും സ്ഥിരമായി കഥാപാത്രങ്ങളാക്കി ഒരുപാട് കാർട്ടൂണുകൾ വരച്ചാണ് ഈ ഗാർഡിയൻ്റെ പ്രശസ്തി ഈ തലത്തിലേക്ക് ഉയർത്തിയത്, അക്രോസ് ദ അറ്റ്ലാന്റിക്. അപ്പോൾ അയാളുടെ കോൺട്രിബ്യൂഷനൊന്നും ചെറുതല്ല. പിന്നെ അയാളൊരു കുഴപ്പക്കാരനോ മാവറിക്കോ ഒന്നുമല്ല. അപ്പോൾ അയാളെ പുറത്താക്കിയത് എന്തിനാണെന്ന് നമുക്കറിയില്ല. അതൊരു ഗാർഡിയൻ്റെ ഒരു എഡിറ്റോറിയൽ പോളിസി മറിച്ചുവാണല്ലോ അവർ കൃത്യമായിട്ടും പലസ്തീൻ. അല്ല, സ്റ്റീവിനെ പറയാം. അപ്പോൾ ബ്രിട്ടീഷ് പ്രസിൻ്റെ ഏറ്റവും വലിയ ആസറ്റ് കാർട്ടൂണാണെന്ന് ഏതാണ്ട് 2 മാസം മുമ്പ് ഗാർഡിയനിലൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നൊരു പൊതുവേ ഈ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതിന് ഈ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനൊരു വാക്ക് ചിലർ പറയാൻ ഈ മറന്നുപോയി പെട്ടെന്ന്. അങ്ങനെ അതായത് ഒരു അകാരണമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടൊരു ഭീതി ഉണ്ടാക്കുക. അപ്പോൾ അതൊരു വാണിംഗ് ആയിട്ട് കണ്ടിട്ട് ആൾക്കാർ ഒരു പ്രത്യേകിച്ചൊരു ഒരു ആജ്ഞയുടെ ആവശ്യമില്ലാതെ ഒരുതരം അച്ചടക്കം വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു മുൻവിധിയോടെ ഭയം കാണും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഉണ്ണി എഴുതിയൊരു ലേഖനം ഇൻഡെക്സിൽ വന്നപ്പോൾ വളരെ സ്ട്രേഞ്ചായ ഒരു ഇൻഫർമേഷൻ, ഈ അബു എബ്രഹാം ഒബ്സർവറിൽ കാർട്ടൂണിസ്റ്റായി പോയപ്പോഴേ അബ്രഹാം എന്ന് എഴുതുകയും അന്നത്തെ എഡിറ്റർ അത് അബ്രഹാം എന്ന് പറയുന്നത് അന്നും ഇതുപോലെ ഈ ഇസ്രായേൽ പാലസ്തീൻ അറബ് പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് അബ്രഹാം എഴുതുന്നത് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അബുവിനോട് പേര് മാറ്റാൻ പറഞ്ഞ ഒരു കഥയുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞാൽ. അതെ, ഡേവിഡ് ആസ്റ്റർ എന്ന് പറയുന്ന അബു ലണ്ടനിൽ പോയി പലയിടത്തും ഫ്രീലാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രിബ്യൂൺ എന്ന് പറഞ്ഞ പത്രത്തിൽ, മൈക്കൽ ഫുട്ടിൻ്റെ ഒരു പത്രത്തിലാണ്, ട്രിബ്യൂണായിരുന്നു, മൈക്കൽ ഫുട്ട് എഡിറ്റ് ചെയ്യുന്ന പത്രത്തിൽ 2 കാർട്ടൂണുകൾ അടിച്ചു വന്നേയുള്ളൂ. 2ാമത്തെ കാർട്ടൂൺ കണ്ടപ്പോൾ തന്നെ സൺഡേ ഒബ്സർവർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ സൺഡേ പേപ്പറാണ്, ആഴ്ചയിലൊരിക്കൽ ഇറങ്ങുന്ന പത്രം. അതതിൻ്റെ ചരിത്രത്തിൽ കാർട്ടൂണിസ്റ്റ് ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇൻ്റലക്ച്വലി ഭയങ്കര വെയിറ്റൊക്കെ ഉള്ളൊരു പേപ്പറാണ്. ബേർട്ടൺ ഡ്രസ്സിൽ കോളമൊക്കെ എഴുതുക, അങ്ങനത്തെ ഒരു പേപ്പറാണ്. അപ്പോൾ ഡേവിഡ് ആസ്റ്റർ എന്ന് വലിയ ആളായിരുന്നു. ഡേവിഡ് ആസ്റ്റർ ഈ കാർട്ടൂൺ കണ്ടിട്ട് മൈക്കൽ ഫുട്ടിനോട് അടിവെച്ച് അബുവിനെ ഇങ്ങോട്ട് വാങ്ങിച്ചു, അബുവിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. എന്നിട്ട് ഈ വാസ് ഓഫേർഡ് എ ജോബ്, സൺഡേ ഒബ്സർവറിൻ്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റ്. അപ്പോൾ അത് അബു ഒപ്പിടുന്ന അന്ന് ശങ്കേഴ്സ് വീക്കിലി മുതൽ എപ്പോഴും അബ്രഹാം എന്നാണ് അബു ഒപ്പിടുക, ക്യാപിറ്റൽ ലെറ്ററിൽ AB അബ്രഹാം എന്ന് ഒപ്പിടും. അത് കണ്ടപ്പോൾ ഡേവിഡ് ആസ്റ്റർ പറഞ്ഞു, താങ്കൾക്ക് ഈ പേര് നമുക്കൊന്ന് മാറ്റി പിടിച്ചാൽ എന്താ, കാരണം ഇറ്റ്സ് എ ടെൽ ടെയിൽ ജൂയിഷ് കൊണോട്ടേഷനുള്ളൊരു പേരാണ്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സന്ദേശത്തെ ഒരു മതപരമായ എന്തെങ്കിലും ഒരു സ്ലാൻഡ്, ഒരു ചായ അതിന് ആൾക്കാർ ചാർത്തി കൊടുക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അബു കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് അബു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മാത്യു എബ്രഹാമാണ്.
അപ്പോൾ ആ അബു എന്നുള്ള പേര് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്കൊക്കെ അറിയാവുന്ന ആ ചെറിയ ഒരു സൂപ്പർ ഷോർട്ട് സിഗ്നേച്ചർ, ലോയിൻ്റെ പോലെ 3 അക്ഷരമുള്ള സിഗ്നേച്ചർ നമുക്ക് കിട്ടുന്നു. തീർച്ചയായിട്ടും വ്യക്തികളെന്ന നിലയിലല്ലാതെ ഇപ്പം ഹിറ്റ്ലറും മുസോളിനിയൊക്കെ പോലെ തന്നെ സമാനമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയും കടന്നു പോകുന്നത് നമ്മളൊക്കെ പറയാറുണ്ട്. എത്ര ഭീകരമാണ്, എത്ര ഭീതിതമാണെന്ന് അറിയില്ലെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പൊളിറ്റിക്കൽ കാർട്ടൂൺ, എഡിറ്റോറിയൽ കാർട്ടൂണിങ് ചെയ്യുന്ന അപൂർവം ചിലൊരാളാണ് ഉണ്ണി. എന്താണ്, ഏത് തരം സമ്മർദ്ദത്തിലൂടെയാണ് കടന്നത്? അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ. ഒന്നാമത് അപൂർവം കാർട്ടൂൺ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം കേരളത്തിലെ എല്ലാ പത്രത്തിലും ഇപ്പോഴും കാർട്ടൂണുണ്ട്. കാർട്ടൂൺ ഇല്ലാതെ ഒരു പത്രവും കേരളത്തിൽ ഇറങ്ങുന്നില്ല. കേരളത്തിൻ്റെ അല്ല പറഞ്ഞത്, അല്ല, ഇന്ത്യയുടെ അല്ല, കേരളം കണക്കാക്കണം. കാരണം ഇപ്പോൾ ദേശീയം സാർവദേശീയം എന്നൊക്കെ പറഞ്ഞാലുള്ള പ്രശ്നം, യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ 10 മടങ്ങ് ജനസംഖ്യയുള്ള സ്ഥലമാണ് കേരളം. അത്രയും ആൾക്കാർ വായിക്കുന്നുണ്ട് പത്രം. പ്രിൻറ്റിന് പ്രാധാന്യമുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ശക്തമായ പല കാർട്ടൂണുകളും ഇപ്പോൾ നടക്കുന്നത് വെബ് സ്പേസിലാണ്. അപ്പോൾ അതായത് പ്രിൻ്റിൽ നിന്ന് വെബ് സ്പേസിലേക്ക് പോയി എന്നല്ല, അത് മൊത്തം എനിക്ക് പ്രഹരശേഷി കാർട്ടൂണിന് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ തോന്നുന്നില്ല. സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദം എവിടെ ഉണ്ടാകുന്നത് നമുക്ക് മറ്റൊരു ചർച്ച നടത്തി പറയേണ്ടി വരും. അതെവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ന്യൂസ് കൺട്രോൾ ചെയ്യുമ്പോഴാണ്. വാർത്തകൾ ശരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ കാർട്ടൂണിസ്റ്റിന് ഉറപ്പോടെ ഒരു വിഷയത്തെ ആസ്പദമാക്കി വരയ്ക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പ്രശ്നം. പണ്ട് നമുക്ക് വാർത്ത ഏതാണ്ട് 1 മണി 2 മണിയാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതാണ് വാർത്ത, അത് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കുറേ ഫേക്ക് ന്യൂസ് ഉണ്ട്. പിന്നെ കുറേ മൊത്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ഇവൻസാണ് ഡ്യൂറിങ് ദ ഡേ നടക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണുള്ളത്. അത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഈ ചില കാർഗിൽ വാർ പോലുള്ള നമ്മുടെ ചില യുദ്ധങ്ങളും യുദ്ധകാലത്തും വരച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ യുദ്ധവും കാർട്ടൂണിസ്റ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അങ്ങനെ പറയാനില്ല. പക്ഷേ 62 ചൈന വാർ കഴിഞ്ഞാണ് നെഹ്റുവിൻ്റെ ഇമേജ്, ഇപ്പോൾ ലക്ഷ്മണനെ പോലെയൊക്കെയുള്ളൊരു കാർട്ടൂണിസ്റ്റ് മൊത്തത്തിൽ മാറ്റിയത്. നെഹ്റുവിനെ വലിയ ഇഷ്ടമായിരുന്നു. ലക്ഷ്മണൻ്റെ ആദ്യത്തെ കാരിക്കേച്ചർ നെഹ്റു വാസ് എ സ്റ്റഡി. അത് ഒരു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ഒരു ഓതറയാണ് വരച്ചത്, പ്രധാനമന്ത്രിയൊന്നുമല്ല. അത്ര ആദരവോടെ വരച്ച ആ രൂപത്തിൽ നിന്ന് 62 തൊപ്പി എടുത്തു മാറ്റി തല കുനിച്ച് ആ തല എക്സ്പോസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് നെഹ്റുവിനെ വളരെ കരുണയോടുകൂടി മാറ്റി. ഒ വി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരുണയോടെ തരം താഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒ വി വിജയൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എന്തായാലും യാദൃശ്ചികമായ കാർട്ടൂണിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ ബന്ധവും ഇസ്രായേലും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞല്ലോ. വിജയൻ്റെ ഒരു അനുഭവം വിജയൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നേരെ തിരിച്ചുള്ളതാണ്. വിജയൻ്റെ ജീവിതത്തിൽ വിജയൻ ആകെ എഴുതിയ ലേഖനം തിരിച്ചു വന്നത് മാതൃഭൂമി വാരികയിൽ നിന്നും ഭാഷാഭൂഷണിൽ നിന്നും. വിജയൻ വളരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വിജയൻ എന്തെഴുതിയാലും പ്രസിദ്ധീകരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നൊരു തലത്തിൽ 2 ലേഖനം വിജയൻ എഴുതുകയും അത് അയച്ച് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും ഇസ്രായേലിൻ്റെ അനുകൂലമായി വിജയൻ എഴുതിയ 2 ലേഖനങ്ങളായിരുന്നു എന്ന് വിജയൻ എഴുതിയിട്ടുണ്ട്. യഹൂദൻ്റെ കടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം 2 പേരും തിരിച്ചയക്കുകയും അത് ഇവിടുത്തെ ചില സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സംഭവം കൂടി ഇപ്പം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇപ്പോൾ സാറിവിടെ ഈ ആൻറ്റി ഫാസിസ്റ്റ് സ്വഭാവം പുലർത്തുന്ന കാർട്ടൂണുകൾ മുന്നേ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളത് നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ ഇപ്പം നേരത്തെ നമ്മൾ ഈ ഷാർലി ഹെബ്ദോയിൽ ഒരു ആക്രമണം ഉണ്ടായ സംഭവമുണ്ട് 2015. അതെ. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു കാർട്ടൂണിസ്റ്റിന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു വയലൻസിലേക്ക് കുറച്ച് പേരെ തള്ളിവിടുന്ന തരത്തിൽ ഒഴിവാക്കപ്പെടാവുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കാർട്ടൂണിസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. അതൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം ഈ ട്രോളുകളുടെ ഒരു പെരുമഴയാണ്. അപ്പോൾ കാർട്ടൂണിസ്റ്റുകൾ നല്ല സമ്മർദ്ദം നേരിടുന്നുണ്ട്. കാരണം അവർ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ പലപ്പോഴും വളരെ രസകരമായ രീതിയിൽ തന്നെ ഈ വിഷയം ട്രോളുകളുടെ വരയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് കാർട്ടൂണിസ്റ്റുകൾ നേരിടുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ആദ്യത്തെ ചോദ്യത്തിന് വ്യക്തമായിട്ട് ഞാൻ ഉത്തരം പറയാം. ഇപ്പോൾ കാർട്ടൂണിസ്റ്റിൻ്റെ പ്രതികരണമാണ് ആ വയലൻ്റ് ആക്ടിവിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ അത് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു പ്രകോപനമാണ് അവർ നോക്കുക. അപ്പോൾ ഇതിന് ആനുപാതികമായിട്ട് എന്ത് പ്രതികരണം ഉണ്ടാകുന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഗസ് ചെയ്തിട്ട് അതിന് ആനുപാതികമായിട്ട് കാർട്ടൂണിൻ്റെ വീര്യം കുറയ്ക്കുന്നതുകൊണ്ട് കാർട്ടൂണിന് ദോഷം ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സ്റ്റീവ് ബെല്ലിൻ്റെ കാർട്ടൂൺ തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കാം. അതിൻ്റെ അകത്ത് യാതൊരു പ്രകോപനവുമില്ല.
അതായത് യഹൂദനെയോ യഹൂദ വംശത്തെയോ യഹൂദൻ്റെ മതത്തെയോ ആചാരത്തെയോ ഒരു തരത്തിലും അവഹേളിക്കാത്ത, അതുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തൊരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിലാണ് ഒരു മാനേജ്മെൻറ്റ്, നമ്മളൊക്കെ വളരെ സോബറാണെന്നും ലിബറലാണെന്നും ഒക്കെ വിചാരിക്കുക. അത് ഏതാണ്ട് ശരിയാണ് താനും ഗാർഡിയനെ കുറിച്ച്. അത്രയൊരു മാനേജ്മെൻറ്റ് സ്റ്റീവ് ബെല്ലിനെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് അതൊരു ഇറാഷണൽ റിയാക്ഷനാണ്. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിന് ഇത്ര ഇറാഷണൽ ആകാമെങ്കിൽ ഒരു ടെററിസ്റ്റിന് അതിനേക്കാളും റാഷണൽ ആകേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പം നിങ്ങൾ ഭീകരവാദം നടത്തിയും ആദ്യം കണ്ട ചില്ലിലേക്ക് ആദ്യം കണ്ട കല്ല് വലിച്ചെറിയുകയും ചെയ്യുക എന്നുള്ള ഒരുതരം അക്രമവാസന കൊണ്ടോ കൃത്യമായിട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനൊരു പദ്ധതി ആവിഷ്കരിച്ചത് കൊണ്ടോ ആണ് ടെററിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. കാർട്ടൂൺ ഈസ് ഓൺലി ആൻ എക്സ്ക്യൂസ്. കാർട്ടൂൺ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണവും കണ്ടുപിടിക്കും. പിന്നെ ചാർലി ഹെബ്ഡോയിലെ കാർട്ടൂണിസ്റ്റുകൾ എന്ത് വരച്ചാലും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാൾ എന്തിനാണ് ഇളകുന്നത്? ഒന്ന്. പിന്നെ ചാർലി ഹെബ്ഡോ അവർ ഇതുപോലത്തെ കാർട്ടൂണുകൾ മാത്രം വരയ്ക്കുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ, ഇസ്ലാമിക് ഇഷ്യൂവിൻ്റെ പേരിൽ അവർ കടുപ്പം കൂട്ടിയതല്ല, അവരെല്ലാവരും ഇങ്ങനെ നിർദ്ദയമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ല, അതും ഈ ടെററിസവും അതിൻ്റെ ടെററിസ്റ്റിനോടുള്ള ഇപ്പോൾ പ്രകോപനം നടത്താതെ ആൾക്കാരെ റീസണബിളായിട്ടൊരു പാത്തിലേക്ക് കൊണ്ടുവരുത്താൻ പറ്റുമെന്ന് വിശ്വസിച്ച ആൾക്കാരാണ് ഈ ചേംബർലൈനും അമേരിക്കയിലെ പ്രസിഡൻറ്റും ഒക്കെ. ഹിറ്റ്ലർ വന്നില്ലല്ലോ. ഹിറ്റ്ലർ ഉദ്ദേശിച്ച കാര്യമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ കാർട്ടൂണിസ്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്റ്റീവ് ബെല്ല് ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ആൻറ്റിസെമിറ്റിക് എന്ന് പറയാവുന്ന കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വിഷ്വൽ ഇമേജറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്നിലേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അത്തരം കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഒന്നും അങ്ങേർക്ക് അപകടം ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. എന്താണ് ഒരാളെ പ്രകോപിപ്പിക്കുക എന്ന് എനിക്കറിയില്ല, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രകോപിതനാവാൻ തീരുമാനിച്ചിറങ്ങിയ ഒരാൾ എന്ത് കാരണത്തിൻ്റെ പേരിൽ എന്തും ചെയ്യും. അയാളുടെ കയ്യിൽ ആയുധം കൂടി ഉണ്ട്, അയാൾ ആയുധം ഉപയോഗിക്കും. അതുമായിട്ട് ബന്ധമില്ല. പിന്നെ ട്രോളിൻ്റെ കാര്യം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ട്രോള് നല്ലതാണ്. കാരണം പൊതുവേ ഇന്ത്യയിലൊരു ആളോഹരി നർമ്മവും ആളോഹരി അനാദരവും വളരെ കുറവാണ്. അപ്പോൾ അത് ആളോഹരി അനാദരവും ഒന്ന് കൂട്ടാൻ ഇറവറൻസ് പെർ ക്യാപിറ്റ ഇറവറൻസ് കൂട്ടാൻ ഈ ട്രോളൊക്കെ ഉപകരിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷം കാർട്ടൂണിസ്റ്റിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ചെയ്യേണ്ട പാതി ജോലി അവർ ചെയ്യും, ബാക്കി ചെയ്താൽ മതി. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ വരാൻ 2024 ഇലക്ഷൻ വരും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, അവനവൻ്റെ മാനഹാനി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാകുന്നു, വിദ്വേഷ പ്രചരണം, അങ്ങനെ ഏത് തരത്തിലും എങ്ങനെയും എവിടെയും സംഭവിക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളെങ്ങനെ വരയ്ക്കും, എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്, നമ്മൾ പണ്ട് വരച്ചിട്ടുള്ള, ഇപ്പോൾ പഴയകാല കാർട്ടൂണിസ്റ്റുകൾ പലരും ഉപയോഗിച്ചിട്ടുള്ള ഇമേജറികൾ അത് പല സ്ഥലങ്ങളിൽ നിന്നുള്ളതുണ്ട്, പല മതവിഭാഗങ്ങളിൽ നിന്നുള്ള ഇമേജറികളുണ്ട്. അത് കാളിയമർദ്ദനമുണ്ട്, ഭൂതനാമോഷമുണ്ട്, അങ്ങനെ പല പല സംഗതികളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ തിരുവത്താഴത്തിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സംഗതികൾ എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളൊരു കാഴ്ച, ഒരു വീക്ഷണം പങ്കുവെക്കാൻ താല്പര്യപ്പെടും. അവസാനം പറഞ്ഞതിന് പറ്റുമെന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നമുക്കിപ്പോൾ എഴുതുന്ന ഒരാളെ പോലെ ഒരു ഡിക്ഷണറിയിലുള്ളത്ര പദങ്ങൾ നമുക്കില്ല വരയ്ക്കുന്ന ഒരാൾക്ക്. ഒരു ലിമിറ്റഡാണ് വിഷ്വൽ വൊക്കാബുലറി. അത് ഈ നമ്മൾ കെലിഡോസ്കോപ്പിക്കായിട്ട് ഈ ഒരു ചീട്ട് കശക്കുന്ന പോലെ കശക്കിയിട്ട് 52 കാർഡ് കൊണ്ട് ഉണ്ടാക്കുന്ന മാജിക് പോലൊരു സാധനമാണ് ഈ വിഷ്വൽ ആർട്ടിൽ, പ്രത്യേകിച്ച് കണ്ടംപററി ആർട്ടിലുള്ള പ്രസൻറ്റേഷൻ കാർട്ടൂണിൽ. അപ്പം നമുക്ക് ഈ അറിയപ്പെടുന്ന എല്ലാ ഇമേജറിയും ഉപയോഗിക്കേണ്ടി വരും. ഓരോ തവണയും അതിനെ പുതുക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഇപ്പോൾ ഇതിൽ ചെയ്തു, സ്റ്റീവ് ബെല്ല് ചെയ്തു, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആഫ്റ്റർ ഡേവിഡ് ലെവിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഡേവിഡ് ലെവിനെ ഉപജീവിച്ച് വരച്ചാണ്. പണ്ടൊക്കെ വിത്ത് അപ്പോളജിസ്റ്റ് സോ ആൻഡ് സോ എന്നൊക്കെ എഴുതും. അത് അങ്ങനെയൊക്കെ അതിൻ്റെ അർത്ഥവ്യാപ്തി, വ്യാഖ്യാന വ്യാപ്തിയെ പരിമിതപ്പെടുത്താവുന്ന സജഷൻസ് കാർട്ടൂണിൽ കൊടുക്കാൻ പറ്റും. അത്രേ പറ്റുള്ളൂ. പിന്നെ ഈ കാർട്ടൂണിനെ ഇങ്ങനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ പുറപ്പെട്ടാൽ അതിന് അന്തവും കുന്തവുമില്ല, അർത്ഥമില്ല. അതിനൊക്കെ ഒരു എഡിറ്റർ നിങ്ങളുടെ കൂടെ നിൽക്കണം. അല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുടെ കൂടെ നിന്നാൽ പിന്നെ കാർട്ടൂൺ എന്നുള്ള കല ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഇപ്പം ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നതിലും കുറഞ്ഞ സ്വാതന്ത്ര്യത്തോടു കൂടി 21ാം നൂറ്റാണ്ടിൽ കാർട്ടൂൺ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഇസ്രായേൽ
പാലസ്റ്റീൻ കുറച്ച് കാർട്ടൂൺസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കണ്ടേക്കുന്നത് ഏറെക്കുറെ എല്ലാം തന്നെ ഗാസയെ ബ്ലെയിം ചെയ്യുന്നതും അവരെ ഡാമിങ് കാർട്ടൂൺസാണ് കൂടുതലും കണ്ടേക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈസ് ദർ എ പ്രഷർ ഓൺ കാർട്ടൂണിസ്റ്റ് ടു നോട്ട് ടു ക്രിയേറ്റ് കാർട്ടൂൺസ് ഓർ ആർ യു അണ്ടർ പ്രഷർ ടു ക്രിയേറ്റ് സർട്ടൺ ടൈപ്സ് ഓഫ് കാർട്ടൂൺസ്? അത് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? എനിക്ക് അറിയില്ല, ഇസ്രായേലിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പാലസ്റ്റീൻ കാർട്ടൂൺസ് വരുന്നതൊക്കെ പാലസ്റ്റീനെ ഒരു കോർണർ ചെയ്യുന്ന ടൈപ്പ് കാർട്ടൂൺസാണ് കൂടുതൽ കാണുന്നത്. അല്ല, അതിപ്പോൾ ഇതിൻ്റെ ഒരു ഭീതി നേരത്തെ പറഞ്ഞ പോലെ റോഹിൻടൺ നരിമാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിൽ ഡോക്ടറിൻ എന്നാണ്, എനിക്ക് നേരത്തെ മറന്നുപോയ പേരാ. ജസ്റ്റിസ് റോഹിൻടൺ നരിമാനൊക്കെ പറയുന്നത് സെൻസർഷിപ്പ്, സെൽഫ് സെൻസർഷിപ്പിനേക്കാളുമൊക്കെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഹനിക്കുന്നത് ചിൽ ഡോക്ടറിൻ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു അകാരണമായിട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കൃത്യം സർക്കാർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനം ചെയ്യുക ഗാർഡിയനെ പോലെ. അപ്പോൾ അത് മൊത്തത്തിലൊരു ഞെട്ടലുണ്ടാക്കുമല്ലോ. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിപ്പിൾസ് ആയിരിക്കണം ഇപ്പോൾ കാണുന്നത്. അതൊന്നും തുടരാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഡാരൽ കാഗലിൻ്റെ ഇൻ്റർവ്യൂ വിത്ത് 2 കാർട്ടൂണിസ്റ്റ്, രണ്ടുപേരും ഇസ്രയേലീസാണ്. അവർ പറഞ്ഞത് ഈ കാർട്ടൂണിൽ ഒരു കുഴപ്പമില്ല എന്നാണ്, സ്റ്റീവ് ബെൽ കാർട്ടൂണിൽ. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇന്ത്യയിൽ കാർട്ടൂൺസിനെ ഉപയോഗിക്കുന്ന എഡിറ്റർമാരാരും കാർട്ടൂണിസ്റ്റിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഹിന്ദു മുതൽ ഇക്കണോമിക് ടൈംസിൽ കൂടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ സന്ദർഭം കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നാണ്. കാർട്ടൂൺ ഉപയോഗിക്കണോ വേണ്ടെന്നൊരു എഡിറ്റർ തീരുമാനിക്കും. ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച പിന്നെ കാർട്ടൂണിന് ഒരു എരിവും പുളിയില്ലാത്ത കാർട്ടൂൺ വരച്ചു വെക്കാൻ ആരും പറയാറില്ല. അങ്ങനെ പിന്നെ വൺ സൈഡഡായിട്ടൊരു കാർട്ടൂൺ പറയണമെങ്കിൽ വൺ സൈഡഡായിട്ടുള്ള എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവണം. അങ്ങനെ ഇസ്രായേലിലെ എല്ലാ പത്രങ്ങളും നേതന്യാഹുവിൻ്റെ ഭാഗത്താണെന്ന്, ക്യാബിനറ്റ് പോലും ആളുടെ ഭാഗത്തല്ല, ചെറുപ്പക്കാർ മുഴുവൻ അയാൾക്കെതിരാണ്. അതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഒരു തരത്തിൽ. എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് അവിടുത്തെ പത്രം. അല്ല, ഇപ്പം ചെറുപ്പക്കാരുടെ സംഖ്യ കൂടി വരുന്നു എന്നാണ് പറയുന്നത്. ഈ കാഷ്വാലിറ്റീസ് ഓഫ് വാർ, മരണസംഖ്യയൊക്കെ കൂടുന്നതിന് ആനുപാതികമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പത്രം കാർട്ടൂണിസ്റ്റിൻ്റെ മുകളിൽ ഇപ്പം അവിടെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ ആ പത്രാധിപർ മണ്ടനായിരിക്കും. എന്തായാലും സമയക്കുറവുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഉണ്ണി. താങ്ക് യു.